വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു, നമ്മൾ 5-ാമത്തെ എപ്പിസോഡിൽ എന്തായാലും നെതർ പോയി കാണുമെന്ന്. അത് തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ 5-ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് തന്നെ നമ്മൾ നെതർ കാണാൻ പോവാണ്. 5 എപ്പിസോഡ് ആയപ്പോ തന്നെ 78 ദിവസം ഞാൻ കളിച്ച്. എന്തല്ലേ. ഇന്നലത്തെ ഒരു ദിവസം എന്റെ തലയിലിരുന്ന എല്ലാ ചിപ്പും എടുത്ത് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് ഇതേപോലെ അടിപൊളി നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ചു നേരം ഞാൻ ഈ ഒരു പോർട്ടലിലോട്ട് നോക്കിയിരുന്നപ്പോ എനിക്ക് തോന്നി ഇവിടെ ഇത്രയും ലീവ്സിന്റെ ആവശ്യമില്ലായിരുന്നെന്ന്. ഇത് കുറച്ച് ഓവറായി പോയ പോലെ ഒരു ഫീല്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ടൈം കിട്ടുന്നതനുസരിച്ച് അത് റെഡിയാക്കാവുന്നതാണ്. ഇന്ന് എന്തായാലും നമ്മൾ നെതറിലോട്ട് പോവും. നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. അത് മിക്കവാറും അടുത്ത് തന്നെ തീരും. കാര്യം ഞാൻ പിന്നെയും ജോബിന് പോകാൻ പോവാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യത്തിൽ ഇപ്പൊ അടുത്ത് തന്നെ തീരുമാനമാക്കിയോളും. ഇവിടെ ഇരിക്കുന്ന ഈ 4 ഡബിൾ ചെസ്റ്റ് നിറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ 5-ാമത്തെ ഡബിൾ ചെസ്റ്റ് ആണ്. എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോറേജ് സിസ്റ്റം ഇവിടെ ഉണ്ടാക്കണം. നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എടുത്ത് വെച്ചേക്കാം. നെതറിൽ പോയിട്ട് മിക്കവാറും നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന ശവമായിട്ടായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വേൾഡിന് നെതറിലോട്ട് കയറിയേക്കാം. കണ്ട ഇവിടുത്തെ പാർട്ടിക്കിൾസ് ഒക്കെ എന്നെ പതിയെ അകത്തോട്ട് വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. വാ വാ എന്നിങ്ങനെ മാടി മാടി വിളിക്കുന്നു. എന്തായാലും പോയി കയറി കൊടുക്കാം. എന്റെ പൊന്നെ, നമ്മുടെ നെതറിലെ സ്പോൺ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലമാണ്. അമ്പോ, സേഫ് എന്ന് പറഞ്ഞ ഇജാതി സേഫ്. എനിക്ക് വയ്യ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഒന്നുമില്ല. അവിടെ ഗാർഡ് ചത്തിരിക്കുവാണ് അവിടെ. അയ്യോ അല്ല 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 അല്ല, കിട്ടി കിട്ടി. എന്റെ പൊന്നെ, ജസ്റ്റ് മിസ്. ഒന്നുമില്ല. എടാ എന്താ അത് പെട്ടെന്നൊരു കണ്ണുറക്കല് പ്രേതങ്ങളെ പോലെയൊക്കെ. ഞാൻ ഓർത്താ ഗാർഡ് ഇവിടെ ചത്തിരിക്കുമായിരിക്കും. അല്ല കേട്ടാ, പെട്ടെന്നൊരു കണ്ണുറക്കല്. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഈ ഒരു സ്പോൺ ഇഷ്ടപ്പെട്ട്. പൊന്നെ ദേ വരുന്നു. കേറട്ട്. ഇല്ല ഞാൻ പോണു. അയ്യോ, എന്നെ കേറാൻ സമ്മതിക്കണില്ല. ദൈവമേ, അവനാ ലാഭപ്പെട്ടി ആവണേ. ദൈവമേ, അയ്യോ ഇവിടെ കേറാൻ സമ്മതിക്കടാ എന്നെ ഒന്ന്. അയ്യോ, ഇവൻ വിടണില്ല എന്നെ. ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റൂല. ഇനി തിരിച്ചോടിപ്പോയി കയറാം. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവന്മാരൊക്കെ ഇപ്പൊ വരും എന്നെ കൊല്ലാനായിട്ട്. ഞാൻ പോണു. നമ്മുടെ നെതറിലെ സ്പോൺ അത്ര വലിയ സീനൊന്നും ഇല്ല. ഞാൻ ഓർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ എനിക്ക് കിട്ടുന്ന സ്പോൺ എന്നൊക്കെ പറയുന്ന മറ്റേ ആ ഒരു ബസാൾട്ടോ, ആ ഒരു സ്ഥലമില്ലേ, മറ്റൊരു കറുത്ത ബ്ലാക്ക് സ്റ്റോൺ ഒക്കെ ഉള്ളത്, ആ ഒരു സ്ഥലത്താണ് ഞാൻ മെയിനായിട്ട് എപ്പോഴും സ്പോൺ ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് എന്തോ ഒരു ഭാഗ്യത്തിന് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ സ്പോൺ കിട്ടിയിരിക്കുന്നത്. അതെന്തായാലും വളരെയധികം നന്നായി. എനിക്കിപ്പോ നെതർ ഹബ് ഉണ്ടാക്കാനാണേലും വലിയ പാടൊന്നുമില്ല. എനിക്ക് ആ പോർട്ടലിൽ നിന്ന് കിട്ടിയ ഗോൾഡൻ ലെഗിൻസ്. ഇനി പേടിക്കണ്ട മോനെ, ഇനി പേടിക്കണ്ട. ഇപ്പൊ എനിക്ക് നെതറിൽ പോയി കളക്ട് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് ആ ഒരു കോഡ്സ് ആണ്. കാര്യം നമുക്ക് ആ ഒരു ഒബ്സർവറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു കോഡ്സിന്റെ ആവശ്യം നന്നായിട്ടുണ്ട്. നമുക്കിപ്പോ ഈ ഒരു ഗോൾഡൻ ലെഗിൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവന്മാർ നമുക്കിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഞാൻ എന്തായാലും ആ ബ്രെഡും കൂടി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇല്ല, ശരിയാവൂല. എന്തായാലും നമുക്ക് ഈ ലാവ അങ്ങ് അടച്ചേക്കാം. നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെ കുറച്ച് കോഡ്സ് ഇരിപ്പുണ്ട്. ഇതിങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. ഈ ലാവ ഇരുന്ന സ്ഥലത്തും കുറച്ച് കോഡ്സ് ഇരിപ്പുണ്ട്. എനിക്കിപ്പോ നെതറിൽ ആവശ്യമുള്ള ഒരൊറ്റ കാര്യം അത് ഈ ഒരു കോഡ്സ് മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം കോഡ്സ് കളക്ട് ചെയ്യണം. കോഡ്സ് എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പിഗ്ലിൻസ് വന്ന് അടിക്കുമോ എന്നൊന്നും അറിയത്തില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ ഈ ഗോൾഡ് എടുത്താൽ മാത്രമാണ് പിഗ്ലിൻസ് ഒന്ന് അടിക്കുന്നത്. കോഡ്സ് എടുത്താൽ അത്ര വലിയ സീനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവിടെയൊക്കെ കുറച്ച് കോഡ്സ് ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇങ്ങോട്ടേക്ക് എടുത്തേക്കാം. അയ്യോ, ഇവിടെ മാഗ്മയൊക്കെ ഉണ്ടാ. ഈ മാഗ്മ എന്ന് പറയുന്ന പൊന്നി ചെറുതായിട്ടൊന്ന് നെഞ്ചൊന്ന് കിടുകിടാ വിറച്ച് ചെറുതാ. ഞാൻ കാണുന്നത് തന്നെയാണോ നിങ്ങളും കാണുന്നത്? സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. ഓക്കെ സെറ്റ്. ഏൻഷ്യൻ ഡബ്രി എന്ന് പറയുന്ന സാധനം ഈ ഒരു വൈ ലെവലിലൊക്കെ സ്പോൺ ആവുമോ എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ എന്തായാലും ഒരു നെതറേറ്റ് ആർമർ ഉണ്ടാക്കുന്നതിന് വേണ്ടി നെതറിലോട്ട് ഇതേപോലെ ഏൻഷ്യൻ ഡബ്രി മൈൻ ചെയ്യാൻ വരേണ്ടി വരും. അപ്പം നമുക്ക് ഈ ഒരു ഏൻഷ്യൻ ഡബ്രി എടുക്കാം. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ കോഡ്സ് ഇരിക്കുന്നു. എല്ലാം എടുത്തേക്കാം. ഒന്നുപോലും വിടാതെ എല്ലാം എടുത്തേക്കാം. നമുക്ക് പറ്റുന്ന അത്രയും കോഡ്സ് ഇപ്പം തന്നെ എടുത്തേക്കാം. അതാകുമ്പോൾ പിന്നെ അടുത്തെങ്കും പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടത് ആ ഒരു ബ്ലേസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തായാലും ഒരു സ്റ്റാക്ക് 36 കോഡ്സ് ഇരിപ്പുണ്ട്. ഇതൊക്കെ തന്നെ മതിയാവും.
അപ്പം നമ്മുടെ പോർട്ടൽ ഇനി എവിടെയാന്ന് കണ്ടുപിടിക്കണം. ആ ദേണ്ട്. ഓക്കെ, നമ്മൾ പോർട്ടലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന ഗാസ്റ്റ് ഡീസ്പോണായി പോയി കേട്ടോ. എൻ്റെ പിക്കാക്സ് പൊട്ടി, ഇല്ലെങ്കിൽ കുറച്ചും കൂടി എടുക്കായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഗാസ്റ്റ് ഇപ്പോൾ ഡീസ്പോണായി പോയിട്ടുണ്ട്. അത് വളരെയധികം നന്നായി. എന്തായാലും എനിക്ക് ഈ ഒരു നെതർലെസ് സ്പോൺ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്പോണായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും വന്ന പണി പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. ഓ, വെളിയിൽ നെയ്റ്റുമാണ്, അതിൻ്റെ കൂടെ തന്നെ മഴയുണ്ട്. ഞാൻ എപ്പോഴൊക്കെ നെതറിൽ പോയി തിരിച്ചു വന്നാലും വെളിയിൽ നെയ്റ്റ് ആയിരിക്കും. അതെനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? ഇനി എന്തായാലും നമ്മുടെ ആർമറും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിച്ചെടുത്തേക്കാം. ടോർച്ച്, പിന്നെ ഈ കാര്യങ്ങളെല്ലാം എടുത്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഒബ്സർവർ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഈ കൂടുതൽ കോഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോഡ്സൊക്കെ എവിടെയെങ്കിലും സേഫായിട്ട് എടുത്ത് വെച്ചേക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആർമർ ഓരോന്നായിട്ട് ഇട്ട് തുടങ്ങിയേക്കാം. ഓക്കെ, അതും സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഗോൾഡൻ ലെഗിൻസ് സേഫായിട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ നെതറിലോട്ട് കയറിയപ്പോൾ എൻ്റെ നെഞ്ച് ഇങ്ങനെ പടപടാ കിടന്ന് ഇടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നെതറിലുള്ള മിക്ക സ്പോണും എന്ന് പറയുന്നത് മറ്റേ മാഗ്മ തുള്ളി കളിക്കത്തില്ലേ, ബസാൾട്ട് എന്നെന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. ആ ഒരു സ്ഥലത്താണ് ഞാൻ മെയിനായിട്ട് നെതറിൽ പോയി സ്പോണാവുന്നത്. ആ ഒരു പേടി മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അയ്യോ, നെയ്റ്റായി ഇത്രോട്ടൊന്ന്. അയ്യോ നെയ്റ്റായി, ഞാൻ പോണ എന്തുവാടെ വീഡിയോ ഉണ്ടാക്കാനും സമ്മതിക്കൂലേ? എടാ ചെറുക്കൻ എൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. നീ ഉണ്ടാക്കണ്ടടാന്നും പറഞ്ഞ് എൻ്റെ പുറകെ ഓടി വന്നതാണ് പാവപ്പെട്ടവൻ. എന്തൊരവസ്ഥയാണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ബസാൾട്ട് എന്നാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബസാൾട്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അതിൻ്റെ പേരെന്തുവാന്ന്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഞാൻ മെയിനായിട്ട് നെതറിൽ സ്പോൺ ആവുന്നത്. എന്തോ ഒരു ഭാഗത്തിനാണ് നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെ സ്പോണായി. ഇപ്പം നമുക്ക് നെതർ ഹബ് ഉണ്ടാക്കാനാണെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ലൊരു സ്പോൺ തന്നെയാണത്. നമ്മൾ ആപ്പാട് പേടിക്കേണ്ട ഗാസ്റ്റിനെ മാത്രമാണ്. നമ്മളൊരു ചെറിയൊരു സ്ഥലത്തായതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഗാസ്റ്റ് വരാൻ ഇതേപോലെ ചാൻസ് കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നെതറിൽ പോയപ്പോൾ കണ്ടായിരുന്നു ആ ഒരു ഗാസ്റ്റ് ഇതേപോലെ ലോക്കായിട്ട് നിൽക്കുന്നത്. ആ സെയിം അവസ്ഥ ഒക്കെ തന്നെ ആയിരിക്കും തോന്നുന്നു ഗാസ്റ്റ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഈ ഒരു നെതർ സ്പോണ് എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അതെന്തോ പൊട്ടിച്ചേ, ബായ്.